നമസ്കാരം. ഫെബ്രുവരി 14-നാണ് ബെൻസൺ ആത്മഹത്യ ചെയ്യുന്നത്. അതും പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച്. അവിടെ ഉണ്ടായിരുന്ന ക്ലർക്ക് നിരന്തരമായി കുട്ടിയെ ചൂഷണം ചെയ്തുവെന്നും അന്ന് ആ സംഭവം നടക്കുന്ന ദിവസം കുട്ടിയെ അധിക്ഷേപിച്ചു എന്നതിൻ്റെ പേരിൽ ബെൻസൺ ആത്മഹത്യ ചെയ്യുന്നൊരു സംഭവമായിരുന്നു പുറത്തു വന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ആത്മഹത്യക്ക് തരത്തിലുള്ള യാതൊരു കാരണങ്ങളും വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും അധ്യാപകരും അതുപോലെ തന്നെ ക്ലർക്ക് ഉൾപ്പെടെയുള്ള ആളുകളാണ് കുട്ടിയെ കൂടുതലായി ചൂഷണം ചെയ്തിരുന്നതെന്നും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ബെൻസൺ ജീവൻ ഒടുക്കിയതെന്നതടക്കമുള്ള റിപ്പോർട്ടുകളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ബെൻസന്റെ കുടുംബം പരാതി നൽകാൻ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ സഹപാഠികൾ ഉൾപ്പെടെ സ്കൂളിലെ ക്ലർക്കിനെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പരുത്തിപ്പള്ളി സർക്കാർ VHS സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ബെൻസൺ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഉൾപ്പെടെ സഹപാഠികളും പരാതി നൽകുന്നു എന്ന വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ എന്നിവർക്കെതിരെയൊക്കെയാണ് നടപടിയെടുക്കണമെന്ന് ഈ വിദ്യാർത്ഥികളൊക്കെ ഒന്നടക്കം പറയുന്നത്. ബെൻസന്റെ ആത്മഹത്യയിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് സഹപാഠികൾ ആരോപിക്കുന്നത്. ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട സ്കൂളിൽ തിങ്കളാഴ്ച വിദ്യാർത്ഥികൾ പ്രതിഷേധം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് സഹപാഠികൾ ഓരോരുത്തരും പറയുന്നത്. ബെൻസന്റെ ആത്മഹത്യയെ തുടർന്ന് ക്ലർക്കായിട്ടുള്ള ജെ സനലിനെതിരെയാണ് രൂക്ഷമായിട്ടുള്ള ആക്ഷേപങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ ബെൻസനെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ ക്ലർക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായതെന്നതാണ് അന്ന് മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇവരിപ്പോൾ ഈ ബെൻസന്റെ മരണത്തിന് ശേഷവും സ്കൂൾ അധികൃതരിൽ പലരും കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അധിക്ഷേപ പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മരിച്ചിട്ട് പോലും കുഞ്ഞിനെ വെറുതെ വിടുന്നില്ല എന്ന തരത്തിൽ വളരെ ദയനീയമായി തന്നെയാണ് ബെൻസന്റെ അമ്മയുൾപ്പെടെയുള്ള ബന്ധുക്കളൊക്കെ പ്രതികരിക്കുന്നത്. ഇതുമായി കൂടുതൽ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ബെൻസന്റെ ഫാമിലി പോലീസിൽ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ബെൻസന്റെ മരണത്തിന് കാരണക്കാരനായി എന്ന് പറയപ്പെടുന്ന ഈ ക്ലർക്ക് ഇതിനു മുമ്പും നിരവധി പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് എന്ന തരത്തിലാണ് വിദ്യാർത്ഥികൾ ഓരോരുത്തരും പറയുന്നത്. വിദ്യാർത്ഥികളെ എപ്പോഴും ആവശ്യമില്ലാതെ വഴക്ക് പറയുക, അധിക്ഷേപിക്കുക എന്നത് ഈ ക്ലർക്കിൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു ശീലമായിരുന്നു. അതുപോലെ തന്നെ ബെൻസൺ അന്ന് മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ബെൻസൺ അവിടെ റെക്കോർഡ് കൊണ്ടു ചെന്ന സമയത്ത് അവനോട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ക്ലർക്ക് പെരുമാറിയിരുന്നത്. ഇതിനു മുമ്പ് ഇത് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലർക്ക് ഈ സ്കൂളിലേക്ക് എത്തുന്നത്. എന്തായാലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് ബെൻസന്റെ മരണത്തിൽ നിന്ന് വ്യക്തമാണ്. എങ്കിൽ പോലും ഈ ഒരു പ്രശ്നമുണ്ടായതിനു ശേഷം പോലും ഈ ഒരു തെറ്റിൽ നിന്ന് മാറി ചിന്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം. എന്തായാലും ഈ കുടുംബത്തിൻ്റെ വേദന ഒരിക്കലും മാറില്ല. അതിനൊപ്പമാണ് ഇപ്പോൾ ഈ മരണശേഷവുമുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ക്ലർക്കിനെതിരെ നടപടി വേണമെന്ന് തന്നെയാണ് ബെൻസന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. സ്കൂളുകളിലൊക്കെ പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ബെൻസന്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഈ ക്ലർക്കിനെതിരെയും നിയമ നടപടി കൃത്യമായി വേണം. ഇങ്ങനെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിലേക്ക് കയറി ചെല്ലാൻ മടുപ്പ് തോന്നിക്കുന്ന തരത്തിലുള്ള ഇത്തരം പെരുമാറ്റങ്ങൾ അത് സ്കൂളിൽ ആരാണോ ചെയ്യുന്നത് അതൊക്കെ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്.